ദേവികുളം മുൻ എം.എൽ.എ. എസ്. രാജേന്ദ്രന് പി.വി. അൻവറുമായി സഹകരണത്തിന് താൽപര്യമില്ലെന്ന് സൂചന. കഴിഞ്ഞ ദിവസം രാജേന്ദ്രന് സി.പി.എമ്മിൽ അംഗത്വം പുതുക്കാമെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി വർഗീസ് അറിയിച്ചിരുന്നു. എന്നാൽ ഇനിയും സി.പി.എമ്മിൽ രാജേന്ദ്രൻ അംഗത്വം പുതുക്കുന്നില്ല. അതിനിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി രാജേന്ദ്രൻ ചർച്ച നടത്തി. അംബേദ്കറിന്റെ ആശയങ്ങളുമായി ദേശീയതലത്തിൽ ബി.ജെ.പിക്കൊപ്പം നിൽക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യൻ അത്താവാലയുമായി സഹകരിക്കാനാണ് സാധ്യത തേടുന്നത്. ഇടുക്കിയുടെ സമഗ്ര വികസനമെന്ന ഉറപ്പ് ലഭിച്ചാൽ ദേശീയ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടിയായ ആർ.പി.ഐയിൽ രാജേന്ദ്രൻ ചേർന്നേക്കും. കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലയാണ് പാർട്ടിയുടെ ദേശീയ നേതാവ്. ആർ.പി.ഐയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ.സി. രാജീവുമായിട്ടായിരുന്നു രാജേന്ദ്രന്റെ പ്രാഥമിക ചർച്ച. ആർ.പി.ഐ നേതാക്കളായ സുധീഷ് നായർ, ജയകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു കൂടിക്കാഴ്ച. ഇടുക്കിയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അംബേദ്കർ ആശയം ഉയർത്തിപ്പിടിക്കാനാണ് രാജേന്ദ്രന്റെ ആലോചന. എസ്. രാജേന്ദ്രൻ പാർട്ടിയിലേക്ക് മടങ്ങി വരുന്നത് തള്ളാതെ സി.പി.എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് പ്രതികരിക്കുമ്പോൾ സി.പി.എം വാതിൽ തുറന്നിടുകയായിരുന്നു. രാജേന്ദ്രൻ പാർട്ടിയെയും പാർട്ടി രാജേന്ദ്രനെയും തള്ളിപ്പറഞ്ഞിട്ടില്ല. മെമ്പർഷിപ്പ് പുതുക്കുന്ന കാര്യം രാജേന്ദ്രനോട് സംസാരിച്ചിട്ടുണ്ടെന്നും സി.വി. വർഗീസ് പറയുന്നു. എന്നാൽ ഈ ഓഫർ രാജേന്ദ്രന് താൽപര്യമില്ല. എം മണിയോട് അടുക്കാൻ താൽപര്യമില്ല. ഇതിനൊപ്പം സി.പി.എമ്മിലെ മറ്റ് രണ്ടുപേരുമായും അകൽച്ചയുണ്ട്. അതുകൊണ്ടാണ് രാജേന്ദ്രൻ മറ്റ് രാഷ്ട്രീയ സാധ്യതകൾ തേടുന്നത്. ബി.ജെ.പി നേതാക്കളുമായി രാജേന്ദ്രന് അടുത്ത ബന്ധമുണ്ട്. ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ പോലും പ്രധാനപ്പെട്ട സുഹൃത്തായാണ് രാജേന്ദ്രനെ പരിഗണിക്കുന്നത്. എന്നാൽ ബി.ജെ.പിയിലേക്ക് നേരിട്ട് പോകാൻ രാജേന്ദ്രന് താൽപര്യക്കുറവുണ്ട്. ഇതിനിടയിലാണ് ആർ.പി.ഐയുമായുള്ള ചർച്ചാ വിവരം പുറത്തുവരുന്നതും. മഹാരാഷ്ട്രയിൽ ദളിത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് ആർ.പി.ഐ. കേന്ദ്രമന്ത്രി പദമുള്ളതിനാൽ അത്താവാലയ്ക്ക് കരുത്തുണ്ട്. ഈ സാഹചര്യത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഈ പാർട്ടിയെക്കുറിച്ച് ആലോചന നടക്കുന്നതും. തിരുവനന്തപുരത്ത് ആർ.പി.ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായി പ്രാഥമിക ചർച്ചയാണ് നടന്നത്. അത്താവാലയെ ചർച്ചയുടെ വിശദാംശങ്ങൾ രാജീവ് അറിയിക്കും. രാജേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച രാജീവ് സമ്മതിക്കുകയും ചെയ്തു. ഇടുക്കിയുടെ സമഗ്ര വികസനമെന്ന അജണ്ടയാണ് രാജേന്ദ്രൻ ആർ.പി.ഐക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. അടുത്തഘട്ട ചർച്ചകൾ ശുഭകരമായാൽ കേന്ദ്രമന്ത്രി അത്താവാലയെ രാജേന്ദ്രൻ കാണും. ഇതിനിടയിലാണ് സി.പി.എം വീണ്ടും രാജേന്ദ്രനെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നതും. രാജേന്ദ്രൻ പാർട്ടിയെ തള്ളി പറയാത്തത് പാർട്ടിയോട് താൽപര്യമുള്ളതുകൊണ്ടാണെന്ന് സി.പി.എം ജില്ലാ സെക്രട്ടറി വർഗീസ് പറയുന്നു. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നത് രാജേന്ദ്രൻ ചെയ്യേണ്ടതാണെന്നും അംഗത്വം പുതുക്കിയാലേ ചുമതലയും ഘടകവും തീരുമാനിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആർ.പി.ഐയുടെ മലയാളിയായ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് മേനോൻ പറഞ്ഞിട്ടാണ് കേരള ഘടകം രാജേന്ദ്രനുമായി ചർച്ച നടത്തിയത്.